നമ്മൾ ഹിസ്റ്ററി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററി ഡിവൈഡഡ് ആയിട്ടുള്ളതെന്ന്. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ഹിസ്റ്ററി നമ്മൾ അതിൻ്റെ മുമ്പേ പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രീ ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററിന് മുമ്പേ നടന്ന കാര്യങ്ങൾ. ഈ ഒരു സമയത്ത് ഒരു റിട്ടൺ എവിഡൻസും ഇല്ലായിരുന്നു. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം സ്റ്റോൺ ഏജ് ആയിരിക്കും. ഈ സ്റ്റോൺ ഏജിലെ ആൾക്കാർക്ക് റിട്ടൺ എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. സ്റ്റോണും ടൂൾസൊക്കെ വെച്ചിട്ടുള്ളൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രോട്ടോ ഹിസ്റ്ററി. ഇവിടെ റിട്ടൺ എവിഡൻസ് ഉണ്ട്, പക്ഷേ അത് ഡിസിഫർ ചെയ്തിട്ടില്ല. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനിലൊക്കെ അവിടേക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതൊന്നും ഡിസ്കവർ ചെയ്തിട്ടില്ല. ഇനി ഈ സ്റ്റോൺ ഏജ് എടുക്കുകയാണെങ്കിൽ തന്നെ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് എന്ന് പറഞ്ഞ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പാലിയോലിത്തിക്കിൽ കൂടുതലും ഒരു ഐസേജ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആയിരുന്നു. അതായത് ബേസിക്കലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പ്ലിയോസ്റ്റീനും ഹോളോസ്റ്റീനുമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹോളോസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. പ്ലിയോസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഐസായിട്ട് കവേർഡ് ആയിട്ടുള്ളൊരു സമയമാണ്. ഇത് പാലിയോലിത്തിക്കിൻ്റെ ലോവർ പാലിയോലിത്തിക്കിലൊക്കെ ഭയങ്കര ഡൊമൈനായിട്ട് കണ്ടിരുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ഐസൊക്കെ ഉരുകി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് കൂടുതൽ ഈ മീസോലിത്തിക് ആയപ്പോഴേക്കും കൂടുതൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്കൊക്കെ വരാൻ പറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസൊക്കെ ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഈ ഹണ്ടിങ് അതുപോലെ ഗ്യാതറിങ് ഇതിനൊക്കെ കൂടുതലും കുറച്ചും കൂടി അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് വരാൻ പറ്റും. കാരണം കുറച്ചും കൂടി ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യാൻ പറ്റും, ഗ്രീനറി ആയിരിക്കും. ഇതൊക്കെ വരുന്നൊരു സമയമാണ് ഈ മീസോലിത്തിക് ഏജ്. അപ്പം ബേസിക്കലി നമ്മൾ ആദ്യം മുതൽ പഠിച്ച പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രീ ഹിസ്റ്ററിയാണ് ബേസിക്കലി ഈ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ആയിട്ടുള്ളത്.